ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ SSR അതുപോലെ തന്നെ MR റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 10 ഏപ്രിൽ 2025 എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ നേവിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 16 ഏപ്രിൽ 2025 നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി, അതായത് www.joinindiannavy.cdc.in ഈ ഒരു സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 യോഗ്യതയുള്ളവർക്ക് വളരെ നല്ല അവസരമാണ് ഇന്ത്യൻ നേവിയുടെ SSR അതുപോലെ തന്നെ MR റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങളാരും മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി നമുക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 2/2025 ബാച്ചിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 സെപ്റ്റംബർ 2004 29 ഫെബ്രുവരി 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് ഈ ഒരു ബാച്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത 1/2026 ബാച്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ഫെബ്രുവരി 2005 31 ജൂലൈ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത 2/2026 ബാച്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 ജൂലൈ 2005 31 ഡിസംബർ 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ ബാച്ചേഴ്സിൻ്റെ ഏജ് ലിമിറ്റ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 പാസ്സായിട്ടുള്ളവർക്കാണ് SSR പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. +2 മാത്സ് ഫിസിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ അഗ്രിഗേറ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ SSR പോസ്റ്റിലേക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ SSR പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതും അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് SSR പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ നിലവിലെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിലവിലെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന +2 കാൻഡിഡേറ്റ്സിന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ട. നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നാൽ മതി. അതും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് റിസൾട്ട് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പാസ് കിടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത MR പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 50% മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അഗ്നിവീർ MR പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ 10ാം ക്ലാസ് പഠിച്ച് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്ക് അഗ്രിഗേറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റ് വൈസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് സ്റ്റേജ് 2 റിട്ടൺ എക്സാമിനേഷന് PFT ഇനിഷ്യൽ മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ 3 പ്രൊസീജിയറാണ് സ്റ്റേജ് 2 വരുന്നത്. അടുത്ത സ്റ്റേജ് 3 വരുന്നത് ഫൈനൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ കടന്നു പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഹൈറ്റ് മിനിമം 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ 4 കാര്യങ്ങളാണ് മെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 6 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് സ്ക്വാട്സ് ആണ്. 20 തവണ സ്ക്വാട്സ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് പുഷപ്സ് ആണ്. 15 തവണ പുഷപ്സ് എടുക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ബെൻഡിനി സിറ്റപ്പ് ആണ്. 15 തവണ ബെൻഡിനി സിറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് മെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്.
ഈ ഒരു 4 ഐറ്റംസും നിർബന്ധമായിട്ട് പാസ്സായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിനും ആകെ 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 8 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് സ്ക്വാട്സ് ആണ്. 15 സ്ക്വാട്സ് എടുക്കേണ്ടതാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് പുഷപ്സ് ആണ്. 10 പുഷപ്സ് വരെ എടുക്കേണ്ടതാണ്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ബെൻഡ് നീ സിറ്റപ്പ് ആണ്. 10 സിറ്റപ്സ് വരെ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 4 ഐറ്റവും നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്സായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, സ്വിമ്മിങ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiannavy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 10 ഏപ്രിൽ 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കുക. അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 550 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കാത്ത കാൻഡിഡേറ്റ്സിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. ഒരു കാൻഡിഡേറ്റ്സിനും റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.